ഇടക്കമ്മീഷൻ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നെൽകർഷക സംരക്ഷണ സമിതി ഉള്ളതുകൊണ്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളോട് കലിപ്പാണ് ഉദ്യോഗസ്ഥർക്ക്. ഞങ്ങൾ കൂടെ നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കും വേണ്ട. ഞങ്ങളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കൃഷി അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ മറന്നുള്ള യാതൊരു കാര്യവും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ അറിയാം. പണിയെടുത്ത് വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഞങ്ങൾക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപവും വേണ്ട. ഞങ്ങൾക്ക് വലിയ വലിയ ആളുകളുമായി ചങ്ങാത്തം കൂടി ഈ രാജ്യത്തുള്ള മുതൽ മുഴുവനും കക്ഷത്തിലാക്കണമെന്നുള്ള വിചാരമൊന്നുമില്ല. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ പണിയെടുത്ത് തന്നെ ജീവിക്കും. പക്ഷേ നിങ്ങളുടെ തോന്നിവാസം ഞങ്ങളത് സമ്മതിച്ചു തരത്തില്ല. ഇപ്പോൾ ഞങ്ങളത് വളരെ വ്യക്തമായി പാടി മാർക്കറ്റിംഗ് ഓഫീസറോടും കളക്ടറോടും എല്ലാം പറഞ്ഞിരിക്കുകയാണ്. കർഷകർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നടക്ക് പോകത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊന്നിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ഈ വേലകളൊന്നും നടക്കത്തില്ല, ചെലവാകത്തില്ല. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെല്ലെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ സമരത്തിന്റെ വഴിക്ക് ഞങ്ങൾ നീക്കും എന്നും അവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചുകൂടി ഒരു വളരെ വൃത്തിയുള്ള അന്തസ്സുള്ള സംഘടനയായി സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതികൾക്കും അതീതമായി ആത്മാഭിമാനവും നമ്മുടെ സമരപരിപാടിക്ക് എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നെൽകർഷക സംരക്ഷണ സമിതി സതീശൻ, വൈസ് പ്രസിഡന്റന്മാരായ ശ്രീ കെ ബി മോഹനൻ, ശ്രീ പി വേലായുധൻ നായർ, ബഹുമാനായ ശ്രീ അജയകുമാർ, ശ്രീ സത്യേന്ദ്രൻ അടക്കമിരിക്കുന്നവരെ തട്ടിയെടുക്കുന്ന ഗവൺമെന്റ്, അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ പോരാട്ടവും കൂടിയാണ് ഇത് എന്ന് ഞങ്ങൾ പറയുന്നു. വേണ്ടിയുള്ള സമരത്തിലായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. ആ സമരത്തിന് ഇത്രയേറെ സമര ഭടന്മാർ ഈ പാടി ഓഫീസിന് മുമ്പിൽ എത്തിച്ചേർന്നുവെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകളുടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവർ നടത്തുന്നത് കൊള്ളയാണെങ്കിൽ ആ കൊള്ളക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ അതിശക്തമായി മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോക്കിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൃഷിഭവന്റെ കീഴിലാണെങ്കിൽ രണ്ടാമത്തത് കോട്ടയം കൃഷിഭവന്റെ കീഴിലാണ്, 3 ചങ്ങനാശ്ശേരി കൃഷിഭവന്റെ കീഴിലാണ്. അങ്ങനെ കോട്ടയം ജില്ലയിലെ മുഴുവൻ മേഖലകളിലും കൊയ്ത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, കൊയ്ത്ത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിനകം തന്നെ മുഴുവൻ സ്ഥലത്തും കൊള്ളയടിക്കുവാൻ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൂടയുടെ ചുറ്റിനും കഴുകന്മാർ നടക്കുന്നത് പോലെ മിൽ ഏജന്റന്മാർ മാറി മാറി കഴുകന്മാരെ പോലെ കടന്നു വന്ന് നമ്മുടെ സാധാരണക്കാരായ കർഷകരെ തകർക്കുന്നതിനും അവരുടെ നിന്ന് കൊള്ളയടിക്കുന്നതിനും വേണ്ടിയുള്ള സമീപനം, അതിന് ഗവൺമെന്റ് കൂട്ടുനിൽക്കുക, അതിന് പാടി ഓഫീസർമാർ കൂട്ടുനിൽക്കുക, പാടി ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ഗൗരവപൂർവ്വം ചോദിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ഒരു ഈ സീസണിൽ, കഴിഞ്ഞ സീസണിൽ എങ്ങനെയുണ്ട്